നമസ്കാരം. പയ്യന്നൂരിൽ ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ച ടി.ഐ. മധുസൂദനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് വി. കുഞ്ഞികൃഷ്ണൻ എന്നൊരു സാധാരണ മനുഷ്യൻ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി പയ്യന്നൂരിൽ മത്സരിച്ചത്. അദ്ദേഹത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷവും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ ആക്രമണങ്ങളുണ്ടായി. പിന്നെ ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷവും CPM വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയാണ്. ഇതേക്കുറിച്ചൊരു മറുപടി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. വി. കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: മഹത്തായ ലോക ചരിത്ര സംഭവങ്ങളും വ്യക്തിത്വങ്ങളും 2 തവണ പ്രത്യക്ഷപ്പെടുമെന്ന് ഹേഗൽ എവിടെയോ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം മറന്നുപോയി. ആദ്യത്തേത് ഒരു ദുരന്തമായും രണ്ടാമത്തേത് ഒരു പ്രഹസനമായും ആയിരിക്കും പ്രത്യക്ഷപ്പെടുക. കാൾ മാർക്സ് എന്നാണ് അദ്ദേഹം ഒരു തലക്കെട്ട് എന്ന വണ്ണം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം തുടരുന്നു: കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് പയ്യന്നൂർ അവകാശപ്പെടുന്ന പ്രസ്ഥാനം നിലവിൽ അത് ഉയർത്തിപ്പിടിക്കേണ്ടുന്ന മാനവിക മൂല്യങ്ങളെയും ആശയത്തെയും ഉപേക്ഷിച്ച് ഫാസിസ്റ്റ് രീതികളിൽ ആഴത്തിൽ വേരൂന്നി വിപ്ലവ വായാടുത്ത പ്രഹസനം നടത്തി എതിർസ്വരം ഉയർത്തുന്നവരോട് കുടിപ്പക പുലർത്തി അധമ രാഷ്ട്രീയ രീതിയിലേക്ക് അതിവേഗം നടന്നു നീങ്ങുന്നു എന്ന വസ്തുതകളിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്രീയം ആരംഭിക്കുന്നത്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന മാർഗത്തിലൂടെ ശത്രുവിനെ ഒറ്റതിരിഞ്ഞ് പ്രഖ്യാപിച്ച് ആ വ്യക്തികളെ കേന്ദ്രീകരിച്ച് ആക്രമിക്കുന്ന രീതിയാണ് പയ്യന്നൂരിലെ അഭിനവ ജന്മിപക്ഷം കാലങ്ങളായി അവലംബിക്കുന്നത്. നേതൃത്വത്തിലെ ചില വ്യക്തികളുടെ രാഷ്ട്രീയ ശത്രുക്കളെ പൊതുശത്രുവായി മുദ്രകുത്തുന്ന രീതിയാണ് ആദ്യപടി. ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ നടത്തിയ പ്രയോഗവൽക്കരിച്ച മാർഗം ഇതുതന്നെയാണ്. പയ്യന്നൂരിൽ പരിപൂർണമായി ഫാസിസ്റ്റുവൽക്കരിച്ച പാർട്ടിയും ഇതുതന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ പോരാട്ടത്തിൻ്റെ ആരംഭം മുതൽ ഇത്തരത്തിലുള്ള ശത്രുപ്രഖ്യാപനം ഒളിഞ്ഞും തെളിഞ്ഞും കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ പരിണിത ഫലമെന്നോണമാണ് നമ്മുടെ പോരാട്ടത്തിൻ്റെ ഭാഗഭാക്കായവർക്ക് നേരെയും ഭാഗഭാക്കായി എന്ന് അവർ വിശ്വസിക്കുന്നവർക്ക് നേരെയും അവർക്ക് വ്യക്തിവിരോധമുള്ളവരെ മറുപക്ഷത്താണെന്ന ചാപ്പകുത്തിയും ആക്രമിക്കുന്നത്. ആത്യന്തികമായി സഖാവ് ടി. പുരുഷോത്തമന് നേരെ ഉണ്ടായ അക്രമവും സഖാവ് സുഭാഷിന് നേരെ ഉണ്ടായ കൊലവിളിയും വീട്ടിൽ റേത്തുവയ്ക്കലും എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചുവരെഴുതിയ മതിൽ തകർത്തതും സൂചിപ്പിക്കുന്നത് തങ്ങൾക്കെതിരെ ഇനി ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ നിങ്ങളുടെ ഗതിയും ഇതുതന്നെയായിരിക്കും എന്നാണ്. ഈ നാട്ടിൽ നടപ്പാക്കുക തങ്ങളുടെ മാത്രം ശാസനകളും തീരുമാനങ്ങളുമായിരിക്കും എന്നാണ്. അഭിനവ ജന്മിത്വവും മാഫിയാവൽക്കരണവും ഇത്തരം നിയമ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണമായി പാർട്ടിയെ ഉപയോഗപ്പെടുത്തി ചെയ്യുന്നതാണ് പയ്യന്നൂരിൽ കാണാൻ സാധിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ കുറ്റാരോപിതനായ അഴിമതിക്കാരനെ പരാജയപ്പെടുത്തുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഞങ്ങളുടെ പ്രവർത്തനവും. ഞങ്ങളുടെ പരമമായ ലക്ഷ്യം ഇത്തരം അധികാര വ്യവസ്ഥകളെ പൂർണ്ണാർത്ഥത്തിൽ തച്ചുടയ്ക്കലാണ്. മുമ്പ് പ്രഖ്യാപിച്ച അതേ അർത്ഥത്തിൽ കൂടുതൽ ഉറക്കെ ഇന്നത് വീണ്ടും പ്രഖ്യാപിക്കുന്നു. ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇരുട്ടിൻ്റെ മറവിൽ ചിലർ നടത്തുന്ന ഇത്തരം പ്രവൃത്തികളിലൂടെ സമൂഹത്തെയും ഞങ്ങളെയും ഭയപ്പെടുത്താമെന്ന നിങ്ങളുടെ ലക്ഷ്യത്തെ പ്രതിരോധിക്കാൻ തീർച്ചയായും ഞങ്ങൾ സജ്ജരാണ്. നിങ്ങൾ നടത്തുന്ന ഓരോ നീക്കത്തെയും ജനാധിപത്യപരമായും നിയമപരമായും തന്നെ ഞങ്ങൾ പ്രതിരോധിച്ചിരിക്കും. അതിനൊരു സംഘടനാ രൂപമാണ് ആവശ്യമെങ്കിൽ അതിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ യാത്ര. അതുതന്നെയാണ് അടുത്ത ലക്ഷ്യവും. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയുമെന്ന് കരുതരുത്. ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാമെന്ന് ഒട്ടുമേ കരുതരുത്. വി. കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞാണ് കുഞ്ഞികൃഷ്ണൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് മധുസൂദനനും സന്തോഷ് കുമാറും അടക്കമുള്ള നേതാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഗോവിന്ദനും അടക്കമുള്ള നേതാക്കൾക്കൊരു മുന്നറിയിപ്പാണ്. കാരണം ജനങ്ങൾ വല്ലാതെ അവർക്കൊക്കെ സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കുന്നു ഈ പാർട്ടിയുടെ ഒരു പ്രവർത്തനങ്ങളും രീതികളുമൊക്കെ. അതിൽ നിന്ന് പുറത്തു വന്നാണ്. അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് കുഞ്ഞികൃഷ്ണൻ ഇത്തരത്തിലൊരു മത്സരിക്കാനായി ഇറങ്ങിയത്. അതിന് അദ്ദേഹത്തിന് അവിടുത്തെ പയ്യന്നൂരിലെ ജനങ്ങൾ കൊടുത്ത പിന്തുണയും അത്ഭുതാവഹമാണ്. ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും വലിയൊരു പിന്തുണ വി. കുഞ്ഞികൃഷ്ണന് കിട്ടുമെന്നുള്ള കാര്യം. ഇനി എന്തായാലും അന്തംഗമികൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ അവിടെ ജീവിക്കാം, സമാധാനത്തോടു കൂടി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ണൂരിലെ സ്ഥിതി.